നമ്മൾ ഈ കാണുന്നത് സൗദി അറേബ്യയിലെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഫാമിൻ്റെ കാഴ്ചയാണ്. അതും ജിദ്ദയ്ക്ക് നടുവിൽ തന്നെ, നമ്മുടെ ജിദ്ദ സിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള അതിമനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ച നമ്മൾ ഈ മരുഭൂമിയിൽ നിന്ന് കാണുകയാണ്. ഇതൊരു ഫാമാണ്. നമ്മുടെ ബ്രിമാൻ കുബ്രി കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നമ്മുടെ പുതിയ മക്ക റോഡിൽ ഉള്ള ഒരു ഫാമിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ്. നോക്കി, നമ്മുടെ നാട്ടിലുള്ള തെറ്റി, അതുപോലെ തന്നെ നമ്മുടെ കടലാസ് ചെടി, കമുക് എന്ന് വേണ്ട ചെമ്പരത്തി, അങ്ങനെ എല്ലാം നമ്മുടെ എന്താ പറയേണ്ടത്, നമുക്കിവിടെ കാണാൻ പറ്റാത്തതായിട്ടുള്ള എല്ലാ കാഴ്ചകളും ചെടികളും ഒക്കെയായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ്. പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ആഴ്ച നമ്മൾ ജോലി ചെയ്തതായിട്ടുള്ള ആ പ്രയാസവും ഇല്ലേ, ഭാരവും ടെൻഷനും ഒക്കെ ഒഴിഞ്ഞോ, എല്ലാം ഒഴിഞ്ഞു. അതാണ് കണ്ടോ, ജിദ്ദയിലുള്ളവർക്ക് ഇവിടെയൊക്കെ തീർച്ചയായിട്ടും വരാം, എൻജോയ് ചെയ്യാവുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റും ഒക്കെ കൊണ്ട് നമുക്കങ്ങനെ അനേകം കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ നമുക്കിവിടെ അതായത് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒത്തിരി ചെടികളും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ചെമ്പകവും പിന്നെ മുല്ലയും റോസയും ബദാം എന്ന് വേണ്ട എല്ലാ ചെടികളും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ജിദ്ദയിലെ ഒരു കാഴ്ചയാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്ന് അങ്ങനെ കാണുകയാണ്. നോക്കി, ഇങ്ങനെ സൗദി അറേബ്യയുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. മരുഭൂമി എന്ന് മാത്രം കേട്ടിട്ടുള്ള നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കൃഷികളും അതുപോലെ തന്നെ ഗാർഡൻ്റെ ഒക്കെ കാഴ്ചകൾ. ഇതുണ്ട് നമ്മുടെ പേര, അനേകം ചെടികളും, നമ്മുടെ തെങ്ങ് കണ്ടോ, നിറച്ച് തെങ്ങും തൈകളാണ്. ഇതാണ്ട് അവിടെയൊക്കെ തെങ്ങും തോട്ടമാണ് കണ്ടോ, വലിയ തെങ്ങുകളാണ് ആ നിൽക്കുന്നത് മുഴുവന്. അറേബ്യൻ കാഴ്ചകളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, മുല്ലച്ചെടികളാണ് ഇവിടെ ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ നമ്പ്യാർ വട്ടം അതാണ്ട് പൂവായിട്ട് നിൽക്കുന്നു. ഒരു പൂച്ച നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ, ആരാണവിടെ? അപ്പോൾ അറേബ്യൻ കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം.